2 ബാത്ത് പൗഡറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എനിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ബാത്ത് പൗഡർ. ആദ്യം ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ കടലപ്പൊടി 2 ടേബിൾ സ്പൂണ്, നെക്സ്റ്റ് പാൽപ്പൊടി 2 ടേബിൾ സ്പൂണ്. ഏത് ഒരു സ്പൂണാണോ ടീസ്പൂണാണോ ഏതാണ് നിങ്ങൾക്ക് അളവ് വേണ്ടിച്ചാൽ അതിലെടുക്കുക. അത് എല്ലാതും ഒരേപോലെ എടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞ കളർ ഒരുപാട് വേണമെങ്കിൽ കൂടുതലായി ചേർക്കാം. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തു. എല്ലാം കൂടെ നല്ലോണം നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് അത് മാറ്റി വെക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കാം. ഒരു കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത്. ആ കക്കരിക്കനെ ഞാൻ ഹാഫ് പോർഷൻ എടുക്കണുള്ളൂ. എനിക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ജ്യൂസ് അടിച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി എടുക്കണുള്ളൂ. പകുതി എടുത്ത് കട്ട് ചെയ്ത് നല്ലോണം ജ്യൂസാക്കി എടുക്കണം. ഈ ജ്യൂസിന് പകരം നാരങ്ങ നീരോ തക്കാളിൻ്റെ നീരോ അങ്ങനെ പാലോ അങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ ഇതാണ്, എനിക്കൊന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടിയത് ഇത് ഉപയോഗിച്ചപ്പോഴാണ്. പാലിനിലേറെ നാരങ്ങൻ്റെ നീര് തന്നെ എല്ലാവരുടെ തൊലിക്കൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് കുഴപ്പമില്ല, ഇത് ബെറ്ററാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ജ്യൂസ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, ആ പൗഡർ, അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന്, എനിക്കിപ്പോൾ 2 സ്പൂൺ മതി. അത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. ഞാൻ എല്ലാ കൈയും കാലും ഫേസും കഴുത്തും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തു. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന്, അത് ക്രീമി ആയി കിട്ടാനുള്ള അത്ര ഈ കുക്കുംബർ ജ്യൂസ് നമ്മൾ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം കട്ടില്ലാതെ മിക്സ് ചെയ്യണം. മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ചൊരു വഴുവഴുപ്പ് ഇങ്ങനെ ഉണ്ടാവും. മിക്സായി ശരിയാവും. ഈ റെസിപ്പിനേക്കാട്ടിലും ഒന്നും കൂടി നല്ല എഫക്റ്റ് ഉള്ളത് എനിക്ക് തോന്നിയത് ബീട്രൂട്ട് പൗഡറിൻ്റെ റെസിപ്പിയാണ്. അത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ചെറിയൊരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് കിട്ടണ ഒരു സ്കിന്നാവാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഒരു പിങ്ക് കളർ ഷെയ്ഡിലെ ഒരു സ്കിന്നാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ രണ്ടാമത്തെ റെസിപ്പി ട്രൈ ചെയ്യാം. രണ്ടും ബെറ്ററാണ്. രണ്ടും ഒരു പ്രത്യേക ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. 2 റെസിപ്പി സൂപ്പറാണ്. ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഓലെ കാലൊക്കെ ഈ ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ ആയിട്ട് ഷൂവിൻ്റെ ഇതിലൊക്കെ ആയിട്ട് ഒരു കളർ മാറ്റം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇത് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഡ്രൈ ആകാൻ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവുണ്ടല്ലോ, അത് ഒരാഴ്ച വരെ ഉപയോഗിക്കാമല്ലോ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി, എന്നാലും നല്ല റിസൾട്ട് കിട്ടും. അടുത്ത റെസിപ്പി നോക്കാം. ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരാഴ്ചക്കുള്ള നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്യേണ്ട അത്ര ഒരു പൗഡർ ഉണ്ടാക്കാമല്ലേ. ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോ ബീട്രൂട്ടൊക്കെ വാങ്ങിയിട്ട് ഒറ്റ പണിയെടുക്കുക. ഫുള്ളായിട്ട് ജ്യൂസാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ബീട്രൂട്ട് കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ തൊലി കളയുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ, ആ ഒരു പിങ്ക് ഗ്ലോ, അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടോ കയ്യിൽ എഫക്റ്റ്. എന്തായാലും പറയാം, ഞാൻ നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഉണ്ടല്ലോ കമൻ്റ് ആക്കിയിട്ടൊന്ന് പറയും. എഫക്റ്റാണ്, നല്ല എഫക്റ്റാണ്. കാരണം എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടി ഈ ഒരു സംഭവം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവരോട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നന്ദി പറയുന്നു. താങ്ക് യു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത റെസിപ്പി എത്ര പേരെങ്കിലും ചെയ്ത് നോക്കിയല്ലോ, അതിൽ ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നു. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബീട്രൂട്ടിനെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലോണം നല്ല ഫൈനായിട്ട് അടിച്ചെടുത്ത് വരാം. അടിച്ചെടുത്ത് വന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുണി എടുത്തിട്ട് ആ തുണിയിൽ
അരിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കണതാണ്. പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇതാകുമ്പോൾ കുറച്ച് പണിയാണ്. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണത്, ഒരു അരിപ്പെടുത്തിട്ട് ആ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, നല്ലൊരു കളറാണ്. ഇത് നമ്മൾ ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിലും അത്രയും നമ്മളെ സ്കിന്നിന് നല്ലതാണ്. നല്ല ഗ്ലോ കിട്ടും. ഒരു 1/2 കപ്പ് ബീട്രൂട്ട് ജ്യൂസാണ് ഉള്ളത്. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ആ പാന് നല്ലോണം ചൂടാവണം. ചൂടായിട്ട് ഈ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ലോണം ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ പണി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കിയിട്ട് ഒരു കട്ടിയാവണ പരുവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിൽക്കിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം കട്ടല്ലാതെ മിക്സ് ചെയ്ത് ഉടച്ച് നല്ല അത്രയും കട്ടല്ലാതെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരിപ്പ് വെച്ചിട്ട് ആ അരിപ്പിലേക്ക് ഇത് ഇട്ടെടുത്തിട്ട് നല്ലോണം അരിച്ചെടുക്കുക. കൈ കൊണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അരിപ്പിയിലിട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കുക. ഞാൻ ഫസ്റ്റ് റെസിപ്പി കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ കാണിച്ചത് പാലിൽ മിക്സ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വേറൊരു സംഭവത്തിലാണ് മിക്സ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടും നല്ല റിസൾട്ട് ഉണ്ട്. ഒന്ന് പാല് ചെയ്ത് എഴുതിയിട്ട് നല്ലോണം റിസൾട്ടും, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ചെയ്ത് എഴുതിയിട്ട് നല്ലോണം റിസൾട്ടൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് നമ്മളെ ഫേസിലോ കയ്യിലോ കഴുത്തിലോ കാലിലോ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യുക. ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ട ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വരെ വെച്ചിട്ട് നല്ല നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാൻ വേണ്ടത്. ഫസ്റ്റ് റിസൾട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ചെയ്ത് കാണിച്ചു തരാം. കൈൻ്റെ പുറത്തോട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു 15 മിനിറ്റ് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ച് കണ്ട് നല്ലോണം ഇങ്ങനെ, ഇപ്പം നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കരുത്. ഡ്രൈ ആവുന്ന സമയത്ത് സംസാരിക്കരുത്. അരിപ്പൊടി ഉള്ളതുകൊണ്ട് ഫേസിൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണിത്. ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.